ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ 1150 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരോടും ഒരു വലിയ നന്ദി. കാര്യം ലാസ്റ്റ് വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് കാരണം നമ്മളിപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു അച്ചീവ്മെന്റിലേക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ അതേപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും പിന്നെ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഒക്കെ ഒന്ന് പവർ ആക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാര്യം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ ഇനി നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ഇപ്പൊ ആ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പേരൻസ് അവരുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഇപ്പൊ ആ ഓടി വരുന്നവരുടെ കൂട്ടത്തിൽ ബാറിൽ ജോലി ചെയ്യുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. അപ്പൊ പുള്ളിയോട് കോളോൺ വിളിച്ചു പറയുന്നുണ്ട്, ചേട്ടാ എന്റെ അച്ഛനെ അവർ അണ്ടർവേൾഡിലേക്ക് തള്ളിയിട്ടു എന്ന്. ഇപ്പൊ അവരാണെങ്കിലും ഇത് കേട്ടിട്ട് ഞെട്ടുന്നുണ്ട്. അവർ ചോദിക്കുകയാണ്, എന്ത് യാസാൻ വീണെന്നോ? അതെ, ആ ദുഷ്ടയായിട്ടുള്ള പെണ്ണ അത് ചെയ്തത്. നിങ്ങൾ എന്തായാലും സൂക്ഷിച്ചു വരണേന്ന് ഈ പിള്ളേർ അവരോട് പറയുന്നുണ്ട്. ഇപ്പൊ ബാക്കി പിള്ളേരാണെങ്കിലും ഇങ്ങനെ അച്ഛ അമ്മയെന്നൊക്കെ വിളിച്ചിങ്ങനെ അലറുകയാണ്. ഇപ്പൊ ഈ ഓടി വരുന്ന ജയൻസ് ആണെങ്കിൽ ദൂരെ ഗുങ്കോയെ കാണുന്നുണ്ട്. നമുക്കും കാണാൻ ചെറുതായിട്ടൊരു പൊട്ട് പോലെ. അവള് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. മക്കളെ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ ഞങ്ങളിത് ഇപ്പൊ രക്ഷിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു പുള്ളി നമ്മുടെ കോളോണിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും പുള്ളിയുടെ ദേഹത്തേക്ക് മുള്ളുകൾ കുത്തി കയറുന്നുണ്ട്. ഇപ്പൊ ഇയാൾ ഈ വീഴുന്ന കണ്ടപ്പോഴത്തേക്ക് ബാക്കി ജയൻസ് ഒക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇതെന്താ ഇപ്പൊ പറ്റിയെന്ന് ഇൽവ ചോദിക്കുന്നത് നമുക്ക് കേൾക്കാം. യുവന്മാരെയും കൊണ്ട് വലിയ ശല്യമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഗുങ്കോ, അതായത് ഇമു പൊസസ് ചെയ്ത ഗുങ്കോ ഒരു ലാർജ് എമൗണ്ട് ഓഫ് കോൺക്വറേറ്റ്സ് ആക്കി ഇപ്പോ അവിടേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ ഓടി വന്ന ജയൻസ് മയങ്ങി വീഴുന്നുണ്ട്, ആ കുട്ടികൾ മയങ്ങി വീഴുന്നുണ്ട്. ഒരു മാസീവ് എമൗണ്ട് ഓഫ് ഹാക്കിയാണ് ആ എൽബാഫിന് ചുറ്റും സ്പ്രെഡ് ആയത്. ഇപ്പൊ നോക്കിയാൽ നമ്മുടെ ഡോറിയുടെയും ബ്രോഗിയുടെയും കൂടെ ഓടി വരുന്ന ജയൻസിൽ കുറച്ചുപേര് മയങ്ങി വീഴുന്നുണ്ട്. അതേപോലെ വില്ലേജിൽ ജാറൂളിന്റെ അടുത്ത് നിൽക്കുന്ന കുറെ ജയൻസ് മയങ്ങി വീഴുന്നു. ഇപ്പൊ നോക്കിയാൽ ഗുങ്കോ ആണെങ്കിൽ ഇങ്ങനെ എയറിൽ നിന്നിട്ടൊരു മാജിക് സർക്കിൾ സെറ്റ് ചെയ്തിട്ട് ആ താഴെ നിൽക്കുന്ന ജയൻസിന് നേർക്ക് അതിൽ നിന്ന് ഷൂട്ട് ചെയ്യുകയാണ്. അവിടെ വലിയൊരു പൊട്ടിത്തെറി നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാനൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഇമു പൊസസ് ചെയ്ത ശേഷമുള്ള ഗുങ്കോയെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വിഷയം ലുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഡെവിൾ കൈൻഡ് ഓഫ് സംഭവം. എന്നെ എതിർക്കുന്ന രീതിയിലുള്ള ഒരൊറ്റ പ്രവർത്തികളും ഞാൻ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് ഇപ്പോൾ അവള് പറയുന്നുണ്ട്. കില്ലിംഗ്ഹാം, നിന്റെ ഡ്രീം മോൺസ്റ്റേഴ്സ് എല്ലാം ഇത്ര പെട്ടെന്ന് തോറ്റുപോയോ എന്ന് അവള് ചോദിക്കുന്നുണ്ട്. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ഇമൂസമ്മ, ഞാൻ ഈ എൽബാഫിൽ കുറെ നൈറ്റ് മെയർ ഹോൾസ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുവഴിയൊക്കെ ഈ മോൺസ്റ്റേഴ്സിന് വരാൻ പറ്റുമെന്ന് കില്ലിംഗ്ഹാം പറയുന്നുണ്ട്. ഈ എൽബാഫിലുള്ളവരുടെ പേടി സ്വപ്നങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും മോൺസ്റ്റേഴ്സ് ഉണ്ടാവും. അതെല്ലാം ഈ കില്ലിംഗ്ഹാം പലയിടത്തായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹോൾസിൽ കൂടെ പുറത്തു വരും. ഇത് ഈ സ്വപ്നങ്ങളിൽ നിന്ന് വരുന്ന മോൺസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് മരണം എന്ന് പറയുന്ന കാര്യം സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ആ ഡിഫീറ്റ് ആയി കിടക്കുന്ന മോൺസ്റ്റേഴ്സിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുമെന്ന് കില്ലിംഗ്ഹാം പറയുന്നു. ഈ സോമേഴ്സിനപ്പൊ ഇമു ഓർഡർ കൊടുക്കുന്നുണ്ട് ഈ കുട്ടികളെ ഇനിയും താൻ മുന്നോട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ. ഇപ്പൊ അത് ഉത്തരവ് പോലെ എന്നും പറഞ്ഞ് സോമേഴ്സ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ ഉള്ള സ്ട്രോ ഹാറ്റ്സ് ഇത് കണ്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ്. ഉസോപ്പ് ചോദിക്കുന്നുണ്ട്, ഇയാൾക്ക് ഇപ്പോഴും ജീവനുണ്ടോ? ജിംബെ ആണെങ്കിൽ ഗുങ്കോനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മളെ കെട്ടിയിട്ട പെണ്ണ് തന്നെയല്ലേ അത്? ഇവളുടെ അപ്പിയറൻസ് ആകെ മാറിപ്പോയല്ലോ. ഇപ്പൊ കഴിഞ്ഞ കുറെ ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം റോബിൻ ചോദിക്കുന്നുണ്ട്, ഈ ലൂഫിയും ബാക്കിയുള്ളവരും ഒക്കെ ഇത് എവിടെ പോയടേ? ഇവൻ നാമി ഇങ്ങനെ പറയാൻ വരുന്നുണ്ട്, ആ ലൂഫി സോറോയും സാഞ്ചി ഇപ്പോ ഉടനെ ബ്രൂക്ക് ആണെങ്കിൽ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, ഹാജറുദ്ദീനും ക്രൂവും ഇവരെല്ലാവരും ഈ അത്യാവശ്യ സമയത്ത് തന്നെ അണ്ടർവേൾഡിലോട്ട് പോയല്ലോ എന്ന്. ഇപ്പൊ നോക്കിയാൽ റോബിൻ അവളുടെ ദേഹത്തുള്ള ആ മുള്ളുകളുടെ കുരുക്ക് ആ കൈ ഉപയോഗിച്ച് അഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ശ്രമിക്കുവാണ്. ആ റോബിൻ, നീ ഇതെന്തായി ചെയ്യുന്നതെന്ന് ജിംബെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ ഇനി ഇങ്ങനെ ചുമ്മാ നിൽക്കാൻ പറ്റില്ല, നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ചെയ്തേ പറ്റൂ. ഇപ്പൊ ലൈബ്രറി ഒക്കെ ഇങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പൊ സോമേഴ്സിന്റെ കൈയും ദേഹവും ഒക്കെ ഇങ്ങനെ പതുക്കെ റീജനറേറ്റ് ആവുന്നത് നമുക്ക് കാണാം. ഈ കുട്ടികളെ എല്ലാം നമ്മൾ ബന്ദിയാക്കി. ഇനി ഇപ്പൊ ആരോട് ഡീല് സംസാരിക്കണമെന്നൊരു ക്ലിയർ ഐഡിയ നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഇമു പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ട സോമേഴ്സും പറയുന്നുണ്ട്, അതെ, അത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഇമൂസമ്മ. ഇവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം സെറ്റ് ആയിരുന്നു. പക്ഷെ ഇതിപ്പോ രാജാവില്ലാത്തൊരു കൺട്രിയിൽ ആരോടാണ് ഡീല് സംസാരിക്കുന്നത്? എൽബാഫിന് രാജാവില്ലാത്തതാണല്ലോ അപ്പൊ പ്രശ്നം. ഇപ്പൊ ഉടനെ ഇമു പറയുന്നുണ്ട്, ഡോറി, ബ്രോഗി, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ ഇതാ ഭരിക്കാനുള്ള അനുവാദം നൽകുന്നു. നിങ്ങൾക്ക് ഇനി എൽബാഫിന്റെ സിംഹാസനത്തിൽ പോയിരിക്കാം. ഇപ്പൊ നോക്കിയാൽ ഡോറിയും ബ്രോഗിയും ബാക്കി കുറെ ജയൻസും ഒക്കെ ഗുങ്കോയുടെ നേർക്ക് പാഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ്. നീ ഹോളി നൈറ്റ്സിലെ മെമ്പർ ആണോ? നീയും നിന്റെ ടീമുമാണ് ഇപ്പൊ ഞങ്ങളുടെ എൽബാഫിൽ നടക്കുന്ന മൊത്തം പ്രശ്നങ്ങൾക്കും കാരണമെന്നും പറഞ്ഞുകൊണ്ട് ബ്രോഗി ഇങ്ങോട്ട് വന്ന് ഗുങ്കോയെ ഒരൊറ്റ കയ്യിൽ ഇങ്ങനെ കിളിയെ പിടിക്കുന്ന പോലെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഗുങ്കോയെ പിടിച്ചു വെച്ചേക്കാണല്ലോ. ബ്രോഗി ഇപ്പൊ ഡോറിയോടും ബാക്കിയുള്ള ജയൻസിനോടും നിങ്ങൾ മുന്നോട്ടേക്ക് പൊക്കോളാൻ പറയുന്നുണ്ട്. അപ്പോൾ ബ്രോഗി, നീ സൂക്ഷിച്ചോണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോറിയും ബാക്കിയുള്ള ജയൻസും കൂടെ ആ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നേരെ പോകുന്നുണ്ട്. ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ അങ്ങ് രക്ഷിച്ചു കൊണ്ടുപോകാൻ പോവാ. അതേപോലെ തന്നെ നിന്റെ കൂട്ടാളികൾ എത്ര പേര് ഈ എൽബാഫിലുണ്ടെന്നും പറ എന്നിങ്ങനെ ബ്രോഗി ഗുങ്കോയോട് പറയുന്നുണ്ട്. ഇപ്പൊ ഗുങ്കോ ആണെങ്കിൽ കൂളായിട്ട് പറയുന്നുണ്ട്, നോക്ക് ബ്രോഗി, നിങ്ങളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആ ജാറൂളിന്റെ അടുത്തേക്ക് പോവുക, അങ്ങേരുടെ തല വെട്ടിയെടുക്കുക, എന്നിട്ട് ആ വെട്ടിയ തല ഉയർത്തി കാണിച്ചിട്ട് എൽബാഫിലുള്ളവരോട് പറയണം, ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും, അതായത് ഡോറിയും ബ്രോഗിയാണ് ഈ എൽബാഫ് ഭരിക്കുന്നതെന്ന്. അപ്പൊ ഇത്
ഇത് പറയുന്ന ആ ടൈമിൽ തന്നെ ഗുങ്കോ അവളുടെ കയ്യിൽ ഒരു മാജിക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ ബുക്കിൽ നിന്ന് എന്തോ ഇങ്ങനെ ഉയർന്നു വരുന്നതൊക്കെ കാണാം. ഓ, ഇമൂന് മാജിക്കും വശം ഉണ്ടല്ലേ. വെറുതെ വായി തോന്നിയത് പറയാൻ നിൽക്കണ്ട, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഇവിടെ എന്തെങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പൊ ആ ഗുങ്കോയുടെ മാജിക് ബുക്കിൽ നിന്ന് ഒരു തോക്കും ഒരു കത്തിയും ഉയർന്നു വരുന്നുണ്ട്. ഇപ്പൊ ഗുങ്കോ ആണെങ്കിൽ കത്തി കയ്യിലെടുത്തിട്ട് ബ്രോഗിയുടെ കയ്യിലേക്ക് കുത്തുന്നുണ്ട്. ഇപ്പൊ വേദന കൊണ്ട് ബ്രോഗി ആ പിടി വിടുമ്പോഴത്തേക്ക് ഗുങ്കോ ചാടി ആ തോക്ക് കയ്യിലെടുക്കുകയാണ്. ഇപ്പോഴത്തെ നിന്റെ ഈ അവസ്ഥയിൽ നീ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കില്ലെന്ന് എനിക്കറിയാം. നിനക്ക് ഈവിൾ പവർ തരാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് അവൾ ആ ബ്രോഗിയുടെ കൈ വെടിവെച്ച് തകർക്കുന്നുണ്ട്. അപ്പൊ ഈ ബ്രോഗിയുടെ കൈയറ്റു പോയത് കണ്ടിട്ട് ബാക്കി ജയൻസ് വായും പൊളിച്ച് നിൽക്കുകയാണ്. ഇതെങ്ങനെയാ സംഭവിച്ചത്? ക്യാപ്റ്റന്റെ കൈ വളരെ സ്ട്രോങ്ങർ ആണല്ലോ എന്ന് ഈ ജയൻസ് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു ജയന്റ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഈ ചെയ്തതിന് ഇവളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന്. നിന്റെ ആയുസിന്റെ ഒരു ഭാഗം എടുത്തിട്ട് അതിന് പകരമായിട്ട് നിനക്ക് ആർക്കും പരിക്കേൽപ്പിക്കാൻ പറ്റാത്ത ഒരു ശരീരവും പിന്നെ അതിഭയങ്കരമായിട്ടുള്ള ശക്തിയും പകരം തരാൻ പോവാണ്. അങ്ങനെ മൂവിന്റെ ആജ്ഞയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുമ്പോൾ നിനക്കൊരിക്കലും മുൻപത്തെ പോലെ ആലോചിച്ച് തീരുമാനിച്ച് ബോധപൂർവ്വം ഒരു തീരുമാനം എടുക്കാനൊന്നും അവകാശമില്ല. ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഒരു ഡീമൻ ആയിരിക്കും നീ. ഒരു ഡീമനായിട്ട് ജീവിച്ചാലേ ജീവിതം മൊത്തമായിട്ട് ആസ്വദിക്കാൻ കഴിയും. ഇപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഒരു മാജിക് സർക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഡെവിൾസ് കോൺട്രാക്ട് എന്നും പറഞ്ഞ് ബ്രോഗി ആ നിൽക്കുന്ന സ്ഥലത്ത് അത് പ്ലേസ് ചെയ്യുന്നുണ്ട് ഗുങ്കോ. ഡെവിൾസ് കോൺട്രാക്റ്റോ? നീ ഇതെന്തായി ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ആ മാജിക് സർക്കിൾ ഉള്ള ഭാഗത്ത് ആ താഴേക്ക് ബ്രോഗി ഇങ്ങനെ പൊതഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡോമി റിവേഴ്സി എന്ന് പറഞ്ഞ് ഗുങ്കോ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോക്കുവാണെങ്കിൽ ബ്രോഗി ആ തറയിലേക്ക് തലകീഴായിട്ട് മറിഞ്ഞിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്നിട്ടൊന്ന് റൊട്ടേഷൻ അടിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ ഉയർന്നു വന്ന ബ്രോഗി എന്ന് പറയുന്ന ഒരു ഡീമനാണ്. അയ്യോ, ക്യാപ്റ്റൻ ഒരു ഡീമനായി മാറി. എന്തൊരു വലിപ്പം! ക്യാപ്റ്റൻ ബ്രോഗി, നിങ്ങൾക്ക് എന്തായി സംഭവിക്കുന്നത് എന്നൊക്കെ ഈ ജയൻസ് ചുറ്റും നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്. ഇപ്പൊ നോക്കിയാൽ ബ്രോഗി ആണെങ്കിലും ആ ഓർസിന്റെ സൈസിൽ ഇവരുടെ മുന്നിൽ ആയുധം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 2 കൊമ്പൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ മുഖം ഇപ്പൊ ഭയങ്കര ഭീകരമായി. ശരിക്കും അദ്ദേഹത്തെ ഇവളൊരു ഡീമനാക്കി മാറ്റി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്യാപ്റ്റനെ തിരിച്ചതാ. നമ്മുടെ ചീഫായിട്ടുള്ള ബ്രോഗി ഒരിക്കലും നമുക്ക് നേരെ തിരിയില്ല. നമ്മുടെ എൽബാഫ് വാരിയേഴ്സിന്റെ ആ ഒരു കോഡ്, നമ്മളുടെ ആ ഒരു അന്തസ്സിനൊന്നും എതിരായിട്ട് അദ്ദേഹം ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ബ്രോഗി ആ ജയൻസിനെ അടിച്ചേറി കയറ്റി ഗൈസ്. ഇപ്പൊ ബ്രോഗി ആണെങ്കിൽ ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എന്തും ചെയ്യാൻ സാധിക്കും. ഈ ഫീലിംഗ് ഭയങ്കര കിടിലമാണ്. ഇപ്പൊ അവിടെ ഡോറിയും ഈ രീതിയിലായി എന്ന് പറഞ്ഞ് ജയൻസ് കിടന്ന് അലർന്ന് നമുക്ക് കേൾക്കാം. ഇപ്പൊ ഡോറി ആണെങ്കിൽ ഒരു ഡീമൻ ഫോമിലായിട്ടുണ്ട്. വാടാ നാറുകളെ, നമുക്ക് പോയി ആ ജാറുളിനെ കൊന്നിട്ട് വരാമെന്നൊക്കെ ഇപ്പൊ ഇങ്ങനെ ബാക്കി ജയൻസിനോട് പറയാണ്. ഇപ്പൊ ഈ ജയൻസ് ആണെങ്കിൽ ഇവരുടെ ചുറ്റും നിന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ബോധം നശിച്ചു പോയോ? ഒന്ന് നോർമൽ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക ക്യാപ്റ്റൻ ഡോറി. ഇപ്പൊ പോയി അബദ്ധം ഒന്നും കാണിക്കരുത്, പിന്നെ നമുക്കത് നേരെയാക്കാൻ കഴിയില്ല. നമുക്ക് ഇവരെ രണ്ടുപേരെയും തടഞ്ഞേ പറ്റൂ. അയ്യോ, നമ്മൾ ഇതിന്റെ പുറകെ പോയാൽ അപ്പൊ കുട്ടികളെ ആര് രക്ഷിക്കും? ഇങ്ങനെ പലതും ഈ ജയൻസ് ഇവരുടെ ചുറ്റും നിന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ കുറെ ജയൻസും കൂടെ അവിടെ ഇങ്ങനെ ഡീമൻ ഫോമിലാവുന്നുണ്ട്. അവർക്കെല്ലാം ഇവരെ പോലെ ആ ചിറകും കൊമ്പും വാലും പിന്നെ കയ്യിലൊരു ശൂലം ഒക്കെ ഉണ്ട്. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഈ ഡോറിയുടെയും ബ്രോഗിയുടെയും നടുക്കായിട്ട് നിന്ന 2-3 ജയൻസ് ആണ് അവരെ പോലെ തന്നെ ഇങ്ങനെ ഫ്ലിപ്പായിട്ട് ഡീമൻസ് ആയി മാറിയിരിക്കുന്നത്. ഇപ്പൊ അവിടെ നിൽക്കുന്ന ബാക്കി ജയൻസ് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, അയ്യോ അവരുടെ നടുക്ക് നിൽക്കുന്നത് അപകടമാണ്, പെട്ടെന്ന് എല്ലാവരും അവരുടെ അടുത്തുനിന്ന് മാറാൻ. ഇപ്പൊ ലാസ്റ്റ് ബാനിൽ നോക്കുകയാണെങ്കിൽ ഇമുവിന്റെ ആ ഡീമൻ ആർമി ജാറിലൊക്കെ ഉള്ള ആ വില്ലേജിന്റെ നേരെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഡോറിയും ബ്രോഗിയും പിന്നെ ആ ഡീമൻസ് ആയി മാറിയ ബാക്കി ജയൻസും കില്ലിംഗ്ഹാമിന്റെ ആ ഡ്രീം മോൺസ്റ്റേഴ്സും എല്ലാം കൂടി ഒരു പട തന്നെ ഉണ്ട്. ഇത് മോശമല്ലല്ലോ. അപ്പൊ ഇതാണ് എൽബാഫിന്റെ പവർ എന്ന് ഇമു ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഈ രാജ്യം നശിപ്പിച്ചു കളയരുത്, നമ്മൾ ഇവിടെ ഭരിക്കണം. അതേപോലെ ഇവന്മാര് യുദ്ധത്തിൽ എത്ര ഉപകാരപ്പെടുമെന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് ഇമു പറയുന്നുണ്ട്. ഡീമനായിട്ടുള്ള ഡോറിയും ബ്രോഗിയും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോവാണ് ഗൈസ്. ഇപ്പൊ ജയൻസ് ഓടി വന്നിട്ട് ജാറുളിനോട് പറയുന്നുണ്ട്, ജാറുൾ സമ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വില്ലേജിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം. ഒരു പട തന്നെ വരുന്നുണ്ട്. ഡോറിക്കും ബ്രോയിക്കും ഒക്കെ എന്തോ കുഴപ്പമുണ്ട്. അന്തസ്സുള്ള വാരിയേഴ്സ് ഒരിക്കലും ഒരു പ്രശ്നം വരുമ്പോൾ തിരിഞ്ഞോടാറില്ല എന്നും പറഞ്ഞ് എന്തോ ഒന്ന് ആലോചിച്ചുറപ്പിച്ച് നിൽക്കുന്ന ജാറുളിനെ കാണിച്ചിട്ടാണ് നമ്മുടെ ചാപ്റ്റർ എൻഡ് ആവുന്നത്. അടുത്ത ചാപ്റ്ററിലെങ്കിലും മോൺസ്റ്റർ ട്രയോയുടെ ഒരു എൻട്രി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ മുൻപ് ഈ ലൂഫിയും ടീമും ഒക്കെ എൽബാഫിലേക്ക് ആ ഷിപ്പിൽ വരുന്ന ടൈമിൽ ലൂഫി ഒരു ഡയലോഗ് പറഞ്ഞിരുന്നല്ലോ, അതായത് ഡോറിയും ബ്രോഗിയും പോലും ലൂഫിക്കെതിരായിട്ട് വരികയാണെങ്കിൽ അവരോടും ഫൈറ്റ് ചെയ്യുമെന്ന്. അതൊരു ഫോർ ഷാഡോയിങ് ആയിരുന്നെന്ന് ഇന്ന ചാപ്റ്ററിൽ മനസ്സിലായി. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത ആഴ്ച ബ്രേക്ക് ഇല്ല. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് താഴെ രേഖപ്പെടുത്താനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും ബൈ ബൈ.